നിങ്ങളുടെ മുമ്പോട്ട് പോര്. മുമ്പോട്ട് സ്വയം കണ്ണുനീർ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാണ്ടി ഹലോ വീട്ടിലല്ലേ? വീട്ടിലുള്ള കൂടുണ്ടോ? പിന്നെ ഒന്ന് ഇങ്ങനെ പോകാൻ സാധിക്കുന്നത് കണ്ടവരൊരു ഭാഷയിൽ മാറി ജ്ഞാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി സഹജന്മാരേ സ്നേഹിതഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെ ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി
ഓടിപ്പോയി ഞാൻ ജീവൻ പകരും വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം വരുമ്പോൾ മൃതരുമേൽ ജീവിപ്പവരോ വിസ്മയകരമായ രൂപാന്തരവും പ്രാപിച്ചിടും. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. കൈവരുമാനന്ദം രണ്ട് കസാരയും കിട്ടാം. വലിയവരും വലിയവരും ഇയാളെയും തന്റെ
അവര് കരച്ചോട്ടെ പാവല്ലേ നാളെ കാണാൻ പറ്റൂലല്ലോ കരച്ചോട്ടെ മൃതിയുടെ കൊടുവാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുദ്ധാനത്തിൻ പാദം വന്നു മണവാളൻ എത്തും നേരം തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തുകളിക്കൂ കരയുന്നു വ്യാകുലമാനസനായി നീറുന്നു തിരമാലകളാകും കടക്കും
വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നൊരു വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതിനാൽ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമൈരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അപരാധങ്ങൾ പാടും നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയെങ്കിൽ സുരരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഭാവപുത്രനുറുഹായേ മൃതനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിർദ്ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങയുടെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങിമുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും പിന്നെ വിളങ്ങും അന്ത്യമഴത്തോ
വികലമോദം നുകരാൻ മൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഞാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രണ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അനുഗ്രഹിക്കണമേ. കുരിശുമരണം വഴിയായി മരണത്തെ കീഴടക്കുകയും മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം നേടി അവരെ സ്വർഗത്തിന് അവകാശികളാക്കുകയും ചെയ്ത മിശിഹ നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മരിച്ചവരായി സ്വർഗത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞും അറിയാതെയും അങ്ങയുടെ ഈ ദാസൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപകടങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാരൊക്കെയും വസിക്കുന്ന സ്വർഗീയ ഓറസ്ലത്തേക്ക് കരുണയോടെ അങ്ങ് ഈ ആത്മാവിനെ കൂടി സ്വീകരിക്കുമാറാകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നാം ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ ആകസ്മികമായി ദൈവസന്നിധിയിലേക്ക് യാത്രയായ നമുക്ക് പ്രിയപ്പെട്ടവനായിരുന്ന പ്രിയപ്പെട്ട ബിജിച്ചേട്ടന്റെ ഭൗതിക ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനാപൂർവം നമ്മൾ മൃതസംസ്കാര തിരുകർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ സഹോദരനെ ദൈവത്തിന്റെ കരുണയ്ക്ക് മുൻപിലേക്ക് പ്രത്യേകമാവിധം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തന്റെ അതുല്യമായ കരുണ ഈ ആത്മാവിന്റെ മേൽ പ്രകാശിപ്പിക്കുവാൻ വേണ്ടി നമുക്ക് വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഭവനത്തിലെ തിരുകർമ്മങ്ങൾ നമ്മളിപ്പോൾ ആരംഭിക്കുകയാണ്. ഭവനത്തിലെ തിരുകർമ്മങ്ങൾക്ക് ശേഷം നമ്മൾക്ക് റോഡിലേക്ക് പോകാനുള്ള വഴിയുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളതാണല്ലോ.
അതിൻ്റെതായ സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും സഹകരിച്ച് കൂട്ടായ്മയില് നമുക്ക് വിലാപയാത്ര ക്രമീകരിക്കാൻ വേണ്ടി കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നത് ആദ്യമേ തന്നെ വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഭവനത്തിലെ പ്രാർത്ഥനകൾ പൂർത്തിയായതിനു ശേഷം പ്രിയപ്പെട്ട ബിജിച്ചേട്ടന്റെ ഭൗതിക ദേഹം വഹിക്കുന്ന ആംബുലൻസ് ആദ്യം മെയിൻ റോഡിലേക്ക് പുറപ്പെടും. കുടുംബാംഗങ്ങൾക്ക് പോകാനായിട്ടുള്ള 2 വണ്ടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവര് ആ വണ്ടികളിൽ വരും. ബാക്കി റോഡ് സൈഡില് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ആളുകൾ ശാന്തമായി നടന്ന് റോഡിൽ എത്തി വണ്ടികളിൽ കയറി നിങ്ങൾ വണ്ടി എടുത്ത് മുൻപോട്ട് നീങ്ങുക. ഭൗതികദേഹം വഹിക്കുന്ന ആംബുലൻസ് നമ്മളുടെ ജംഗ്ഷനിലുള്ള റേഷൻ കടയുടെ സമീപത്ത് നിർത്തിയിട്ടിരിക്കും. അതിന്റെ പിന്നാലെ ബാക്കി എല്ലാ വാഹനങ്ങളും എത്തിയതിനു ശേഷമായിരിക്കും വിലാപയാത്ര പള്ളിയിലേക്ക് നീങ്ങുന്നത്. ആ രീതിയിൽ ഈ മൃതസംസ്കാരം നമ്മൾ ക്രമീകരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് വളരെ താഴ്മയോടെ ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഈ ദേശത്തിന്റെ പ്രത്യേക സാഹചര്യം, വഴിയുടെ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കി നമുക്കെല്ലാവർക്കും ശാന്തതയില് ആത്മാർത്ഥതയോടുകൂടി അത് ക്രമീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. എല്ലാവരും അന്യോന്യം സ്നേഹം പുലർത്തിയും നല്ല സഹകരണത്തിലൂടെയും ഈ പ്രിയപ്പെട്ട സഹോദരന്റെ അന്ത്യയാത്രയിലും അന്ത്യനിമിഷങ്ങളിലും പങ്കാളികളാകണം എന്നത് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. നമുക്ക് ഈ ആത്മാവിനെ ദൈവ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ദൈവം തന്റെ അന്യാദൃശവും അതുല്യവുമായ കൃപ ഈ ആത്മാവിന്റെ മേൽ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജനതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഓർമ്മിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്കു തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഓർമ്മിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കുക, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഓർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരവുമാകുന്നു.
എന്തുകൊണ്ടെന്നാൽ ജീവിതങ്ങൾ കുറെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവ് വേണ്ടിയല്ലാതെ ആരെനിക്ക് ആശ്രയം, എല്ലാത്തിനുള്ളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദിപിതാവാം ആദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിന്റെ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. മർത്യതയേവം സകലേശൻ നികലാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ല വരത്തു ഫലം പാടെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം എഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവാകുന്നതിനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാരാകയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. ഇസ്രായേൽ മരിച്ചവർ ആദ്യം വരുന്നതിനേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. ശ്രീയോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. പ്രത്യുത മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു.
അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പു ഞാൻ, പാപമെനിക്കുള്ളിൽ തേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാനീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കിയും എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശുദ്ധരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് അറിയാവുന്നതുപോലെ അടുത്ത് വരുന്ന ഗീതത്തിന്റെ 3 പാദങ്ങൾ പാടിക്കഴിയുമ്പോൾ പ്രിയപ്പെട്ട വളരെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് മാത്രം ഭവനത്തിൽ വെച്ച് അന്തിമോപചാരം
എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിടാൻ കഴിവില്ലാത്തോ പെൺപാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ മക്കളെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാൽ പരിപാവനമാ നേരം സ്നേഹാർദ്രതയാൽ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോർ ഉന്നതമോർശ്ലേം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു. പോയി മറയുന്നേ ക്ഷണഭംഗുരമാ ലോകവും അതിലെ ചെടികാശകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല. ദുഷ്ടത കൂടിവാൻ അഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ. ജീവൻ പകരും കുരിശിനെ വിരവോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ. ശാന്തിയിൽ മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാപിനിയും എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. നൃപനാമിശിഹാവേ നിന്നുടയാകമ ദിവസത്തിൽ പുനരുദ്ധാനം നൽകണമേ. പരിശുദ്ധന്മാരുത്തവനം ഭാഗത്തന്നെ നിർത്തണമേ. ശരണം നീയല്ലോ. അതുമുതൽ എന്നേക്കും ആമേൻ. കൃപയോലും വലതുകരം നീട്ടി
ദേശത്ത് വരുന്നവരെ ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് വളരെ ആകസ്മികമായി നമ്മളെ തേടിയെത്തിയ ഒരു സങ്കട വാർത്തയായിരുന്നു പ്രിയപ്പെട്ട ബിജിച്ചേട്ടൻ്റെ മരണം. അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന സത്യം നമുക്ക് ഉൾക്കൊള്ളാം. പ്രിയപ്പെട്ട ബിജിച്ചേട്ടൻ്റെ വേർപാടിൽ ഏറെ സങ്കടത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ട ചേച്ചിയോടും മക്കൾ 2 പേരോടും വളരെ പ്രത്യേകമായി വിജയുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും മുഴുവൻ കുടുംബാംഗങ്ങളോടും നിങ്ങൾ വളരെയേറെ വേദനയോടെ ജീവിതത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളെല്ലാവരും ചേർന്ന് നിൽക്കുന്നു. ഹൃദയപൂർവ്വം പ്രാർത്ഥനയോടെ അരിപ്പറമ്പ് ഇടവക സമൂഹത്തിൻ്റെ നാമത്തിലുള്ള അനുശോചനം നിങ്ങളെ അറിയിക്കുന്നു. ദൈവം ഈ ആത്മാവിനോട് കരുണ കാണിക്കുമാറാകട്ടെ എന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രിയപ്പെട്ട ബിജിച്ചേട്ടൻ്റെ മരണം അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അതിനെ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ മനുഷ്യൻ എങ്ങനെയാണ് മരണത്തിന് വിധേയനായത് എന്ന് സത്യത്തിൽ നമുക്കാർക്കും അറിയത്തില്ല എന്നത് സത്യവസ്തുതയാണല്ലോ. നമുക്കാർക്കും അറിഞ്ഞുകൂടാ എങ്ങനെയാണ് മരണത്തിന് ഈ മനുഷ്യൻ വിധേയനാക്കപ്പെട്ടത് എന്ന്. നമുക്കാർക്കും പൂർണ്ണമായ നിശ്ചയമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവസന്നിധിയിൽ പുലർത്താൻ കഴിയുന്ന ഏറ്റവും നല്ല നിലപാടിനെ കർത്താവ് വ്യക്തമാക്കിയിട്ടുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വാചകം ഇപ്രകാരമാണ്: മേലിൽ നമുക്ക് വിധിക്കാതിരിക്കാം. അതുകൊണ്ട് മരണം എന്ന യാഥാർത്ഥ്യം, അതിന് ഈ മനുഷ്യൻ വിധേയനാക്കപ്പെട്ടത് എങ്ങനെയാണ് എന്നതിന് ഇഹലോകത്തിൽ സാക്ഷികൾ ആരും ഇല്ലാത്തതിനാൽ ദൈവത്തിൻ്റെ തിരുമുൻപിലായിരിക്കുന്ന ഈ വേളയിൽ കർത്താവിൻ്റെ വചനത്തെ ആധാരമാക്കി പ്രിയപ്പെട്ടവരെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യവും മറ്റൊന്നുമല്ല, നമുക്ക് വിധിക്കാതിരിക്കാം. ഒരു യാഥാർത്ഥ്യം മാത്രമാണ് നമുക്ക് മുൻപിലുള്ളത്. ഈ മനുഷ്യൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം, അത് ഉൾക്കൊള്ളുക എന്ന് പറയുന്നതിൻ്റെ മുൻപിലാണ് പ്രിയപ്പെട്ട ചേച്ചിയും മക്കളും സഹോദരങ്ങളും മാതാപിതാക്കളുമൊക്കെ വളരെയേറെ ക്ലേശിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന കാഴ്ചയ്ക്ക് നമുക്ക് സാക്ഷികളായി കൊണ്ടിരിക്കുന്നത്. അത് ഇനി മുൻപോട്ടേക്കും അവരെ സംബന്ധിച്ച് അതിനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ട് സ്വീകരിക്കുന്നതുവരെ അവർക്കത് പ്രയാസകരം തന്നെ ആയിരിക്കും. അതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ചേച്ചി, മക്കൾ 2 പേരും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ക്ലേശകരമായ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ചെയ്യുന്നു. ഈ ഒരു സാഹചര്യത്തെ കടന്നുപോയേ മതിയാവൂ. അത് ജീവിതത്തിൻ്റെ ചില നിമിത്തങ്ങൾ സമ്മാനിക്കുന്ന നിയോഗങ്ങൾ ആണ് എന്നത് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിട്ട് ഇതിനെ കടന്നു പോകാതിരിക്കാനാവില്ല. ഈ നിയോഗം, ഈ അവസരത്തിലെ വേദനയെ ഏറ്റെടുത്തുകൊണ്ട് അതിനെ കടന്നു പോകുക എന്നത് തന്നെയാണ്. പ്രാർത്ഥിക്കുന്നു, തമ്പുരാൻ നിങ്ങൾക്ക് അതിനുള്ള കരുത്ത് നൽകട്ടെ. നിങ്ങളുടെ ജീവിതം ഇനിയും തുടരേണ്ടതുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ മാറ്റിവെച്ചുകൊണ്ട് അത് തുടരുക സാധ്യമല്ലാത്തതിനാൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന് തുടർച്ച നൽകാനായിട്ട് തമ്പുരാൻ
ഈ പ്രിയപ്പെട്ട മനുഷ്യന്റെ വേർപാട് ജീവിച്ചിരിക്കുന്ന സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ സംബന്ധിച്ച് ഇതുപോലെ തന്നെ വേദനാജനകമായതിനാൽ അവിടെയും ദൈവം നിങ്ങളെല്ലാവരെയും സമാശ്വസിപ്പിക്കട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി സ്നേഹത്തോടെ, രണ്ട് കാര്യങ്ങൾ കൂടി സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. അതിലൊന്നാമത്തേത്, ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ജീവിച്ചിരിക്കുന്നവരായ നമ്മുടെ ഉത്തരവാദിത്വവും നിയോഗവുമാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കും. കാരണം തമ്പുരാന്റെ അപരിമേയമായ കരുണ ഈ ആത്മാവിന്റെ മേൽ പ്രകാശിപ്പിക്കേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം. നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും ദൈവരാജ്യത്തിന്റെ മഹത്വത്തിലേക്ക് ഈ ആത്മാവ് സ്വീകൃതമാകുന്നതിന് വേണ്ടി തമ്പുരാന്റെ കരുണയ്ക്ക് മുൻപിൽ ഈ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. രണ്ടാമത് ഒരു കാര്യം, ഈ മനുഷ്യന്റെ വേർപാട് അത് ജീവിതത്തിന്റെ ശൂന്യതയായി തീരുന്നതും ഈ പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് അതിനെ കടന്നു പോകാൻ ദൈവം നിങ്ങൾക്ക് കരുത്തും കൃപയും നൽകട്ടെ. ഈ മൃതസംസ്കാരത്തിൽ നമ്മൾ പങ്കാളികളായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. നമുക്ക് വിധിക്കാതിരിക്കാം, നമുക്ക് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മൂന്നാമതായിട്ട്, ഈ അത്യന്തം വേദന നിറഞ്ഞ സങ്കടത്തിൻ്റെ ഈ വേളയെ കടന്നു പോകാനും വരും ദിനങ്ങളിൽ അതിനെ ഉൾക്കൊള്ളാനുമുള്ള കരുത്ത് തമ്പുരാൻ ഈ പ്രിയപ്പെട്ടവർക്ക്, വളരെ പ്രത്യേകിച്ച് ഇതിനെ ചേച്ചിക്കും 2 കുഞ്ഞുങ്ങൾക്കും മാതാപിതാക്കൾക്കും കൂടപ്പിറപ്പുകൾക്കുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആത്മാവിനെ ദൈവകരങ്ങളിൽ കൈയാളിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ കാരുണ്യവാനാണ് എന്നത് ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും നമ്മൾ കേട്ട കാര്യമാണല്ലോ. തമ്പുരാൻ തൻ്റെ കാരുണ്യത്തിലേക്ക് ഈ ആത്മാവിനെയും സ്വീകരിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഇടവക സമൂഹത്തിൻ്റെ നാമത്തിലുള്ള അനുശോചനം പ്രാർത്ഥനാപൂർവം പങ്കുവയ്ക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടെ ഞാൻ ദൈവത്തിലാനന്ദിക്കും. ഭയം കുരിശിൽ കണ്ടവരവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ കൈകൾ വെച്ചു ധൂളിയിലും ജന്മമേകി നിന്നെ നമിക്കാൻ നീതിമാന്മാർക്ക് അന്ധകാരത പ്രകാശമുദിച്ചു. മേഘത്തിൽ നാഥനെ എഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശം ഉദിച്ചു കനകപ്രഭയിൽ കബറിട മൊഴിച്ചിരിക്കും അതിലുള്ളവരോ നാഥന പുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുദ്ധാനത്തിങ്കൽ.
സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദം ചെയ്യാതെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്വന്തമാകും നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശുദ്ധാത്മാവിയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. വത്സരപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് കഴിയുന്നവരെ ചിലരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവായ സർവേശ്വരാ. പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മുഖത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരാ. എതിരാളികളോട് പൗരോഹിത്യത്തോട് പ്രിയപ്പെട്ടവരോട് ഇദ്ദേഹം യാത്രാമൊഴി ചെയ്യുന്ന സമയമാണ് പ്രാർത്ഥന. ഞാൻ നിന്നോട് യാത്ര പറയുന്നു. ആമോദീശ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത എന്റെ പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകുകയും നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് സെമിത്തേരിയിലേക്ക് പോകാം. സെമിത്തേരി ചാപ്പലിന്റെ അകത്ത് ആരും പ്രവേശിക്കേണ്ടതില്ല. പ്രാർത്ഥനകൾക്ക് ശേഷമാണ് ദൈവോപചാരം അർപ്പിക്കുന്നത്. നമുക്ക് ഇറങ്ങി സെമിത്തേരിയിലേക്ക് പോകാം. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ഒത്തുതിരിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുത്ഥാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. കന്യാമണികൾ കാത്തുകരിപ്പൂ. ഓശാനകളാൽ എതിരേൽപ്പതിരായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞു ഉന്നതനവനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുകൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലങ്കൃതരായി വരുവിൻ വരുവിൻ നൃപനെ മുറപോൽ എതിരേൽപ്പതിനായി. കർത്താവേ, നിന്റെ ദാസന്റെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും
അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയുടെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് അങ്ങയുടെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സ്വപ്പ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ ആളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പവിത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ അങ്ങേ പ്രസാദിപ്പിക്കട്ടെ. ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെന്നെ നിറുത്തണമേ. നല്ല വരുത്തു വലം ഭാരേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. ആദ്യം മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം അവൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. അത് മുതൽ നീക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മറ്റു ശരീരങ്ങൾ കൊന്താരം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. അമേൻ അമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ അങ്ങയെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നാഥനണഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കറയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടുകല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ആദിമുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ച് മാറ്റണമേ. അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങൾ നമുക്ക് തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം ഒഴിച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസനെ വിളിക്കുകയും അങ്ങയുടെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവതന നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരമാണ്. കുടുംബാംഗങ്ങളെ ഏറ്റവും അവസാനമാണ് അന്തിമോപചാരം അർപ്പിക്കുന്നത്. ദയവായി സൈഡിലേക്ക് മാറി നിൽക്കുക. ബാക്കിയുള്ളവര് 2 ലൈനുകളായി വന്ന് കുന്തുരുക്കം സമർപ്പിച്ച് ഇരുവശങ്ങളിലൂടെയും മുൻപോട്ട്. നിങ്ങൾ 2 ലൈനായിട്ട് വരൂ കേട്ടോ. അങ്ങനെ വേഗം
കുടുംബാംഗങ്ങളിലായിരിക്കും.
അവിടെ താഴെ മുട്ടിയല്ലോ. ഇല്ല കുറച്ചുകൂടി പോകും. ഇല്ല പോട്ടെ.